അണ്ണാ നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്ന? എന്താ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാം, എന്റെ ആദ്യത്തെ കാറ്ററിംഗ് സർവീസ് പൂടിച്ച് നിങ്ങളെങ്ങനെ എന്താ ഇത്ര റൊമാൻറ്റിക് ആയിട്ട് നോക്കാം? ഇതാ റൊമാൻറ്റിക്. മതിയടാ. ഒന്നും അറിഞ്ഞോണ്ടല്ലോ അണ്ണാ. പിന്നെ മനഃപൂർവ്വം? അതെ. നിനക്ക് എവിടെ നിന്ന് കിട്ടിടാ ഇങ്ങനെയുള്ളവന്മാരേക്കാ? ഇത് എങ്ങനെ കറക്റ്റ് എന്റെ ടീമിൽ തന്നെ ഒന്ന് കേറി? അല്ല അണ്ണൻ പെട്ടെന്ന് വിളമ്പാ ആളെ വേണമെന്ന് പറഞ്ഞോണ്ട് ഇവന്മാരെ. നീ എന്തോന്നൊക്കെ വിളമ്പിട്ടുണ്ടോ മോനെ? വെള്ളം. നീ എന്തോന്ന് വിളമ്പിട്ടുണ്ട്? എന്തോ ഈ പറയുന്ന? ഞാൻ വെച്ച കപ്പിലാവും വെള്ളം ഒഴിച്ചത്. ഗുലാബ് ജാം എന്തിനുള്ളതാണ്? തിന്നാൻ. കുട്ട അതല്ല, ഈ ഗുലാബ് ജാം നമ്മൾ വിളമ്പുമ്പോ എവിടെയാണ് കൊണ്ട് വെക്കേണ്ട? പ്ലേറ്റില്. മരത്തടി മൊണ്ണേ, ഈ ഗുലാബ് ജാം കല്യാണത്തിന് എവിടെയാണ് കൊണ്ട് വെക്കേണ്ടത്? എവിടെയാണ്, എന്തിലാണ് കൊണ്ട് വെക്കേണ്ട? പറ. ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്ത്. എടാ നീ കല്യാണത്തിന് പോയിട്ടുണ്ടോ? എടാ ഈ ഗുലാബ് ജാം കല്യാണത്തിന് നീ എവിടെയാണ് കൊണ്ട് വെക്കേണ്ടത്? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എന്തിലാണ് ഇട്ട് കൊടുക്കേണ്ട? പ്ലേറ്റില്. എടാ ഐസ്ക്രീം. ഗുലാബ് ജാം ആരുടെ ബിരിയാണിയുടെ കൂടെ വിളമ്പിയത്? ഞാൻ. എന്തിനി? എന്നാ അത് പിന്നെ എല്ലാരും ഓരോ പ്ലേറ്റ് വെച്ച് എടുത്തോണ്ട് പോയപ്പോ എനിക്കൊന്നും ഇല്ലായിരുന്നാ കൊടുക്കാൻ. അങ്ങനെ ഒരു ഉണ്ട സാധനം ഇരുന്ന് ഞാൻ എടുത്തങ്ങ് വിളമ്പി. എന്നാ നീയൊക്കെ ഇത് കേക്കണം. ഫസ്റ്റ് പന്തിക്ക് ഗുലാബ് ജാം തീർന്ന് എന്നെ പാവമാരെല്ലാം ഗുലാബ് ജാം എന്നാ വിളിക്കുന്ന. ആ പെണ്ണ് കല്യാണം കഴിച്ച് പോയാ എന്തോ പോയി. നീ പോ. എന്നിട്ട് 2 മീറ്റർ താടിയുള്ള നിങ്ങൾ ഒന്നാണ്. നീ ഞരമ്പ് വല്ലോ ആണോ? ഞരമ്പ്. ചോദ്യം മനസ്സിലായില്ല. മനസ്സിലായ? ഞരമ്പല്ല ഞാൻ. ഇപ്പൊ മനസ്സിലായല്ലേ? ഒരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പൊ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണേ. നീ ഇപ്പൊ ബിരിയാണി എനിക്ക് വിളമ്പണം, ഒന്ന് വിളമ്പിയാണ്. പാവം ഇരിക്കുന്ന ഇരുത്തം നോക്കിയാണ്ടാ. കിളിയും പോയി. അല്ല ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? പെൺകുട്ടി. അതിങ്ങെടുത്താൻ കൂടുക കൊച്ചിന്. ഇത്രയും വിളമ്പുന്ന എന്തിനി? പെൺകുട്ടികളെ കണ്ടാൽ നിനക്ക് ഇത്ര ഇളക്കം എന്താണ്? അവർക്കല്ലേ ചേട്ടാ കെയർ വേണ്ടത്. പാഷ്വാലിറ്റി. മാറാ അങ്ങോട്ട്. നിങ്ങളുടെ നേതാവ് വന്നേ. നീയാണോ നേതാവ്? ഓക്കെ ഈ നിന്റെ മിസ്റ്റേക്ക് പറയാം. മിസ്റ്റേക്കാ? എനിക്ക്? നീ ഒന്ന് ബിരിയാണി വിളമ്പിയാണ്. ഞാൻ ഇങ്ങനെ കൊടുക്കാറ്. എന്താ ഇങ്ങനെ? എന്തോ പത്രം ഇടുന്ന? ഇനി മേല നിങ്ങളെ ഞാൻ ഒരു വർക്കിന് ഞാൻ വിളിക്കില്ല. ഓക്കെയോ? ഇത്തവണ ഒരു മിസ്റ്റേക്ക് പറ്റി. നിങ്ങൾ ആ സാലറി എല്ലാം കൂടെ പിള്ളേരെ ഒന്ന് ഒതുക്കട്ടെ. ഞാൻ അച്ഛന് റബ്ബർ ഷീറ്റ് ഒക്കെ ഉണ്ടല്ലോ, പറക്കി അതിനൊക്കെ വിറ്റാൻ കൊടുത്താൽ മതി കേട്ടോ. ഈ കൂടുതൽ സംസാരിക്കുന്ന പൈസ ഒരു തേങ്ങനം തരില്ല. അണ്ണാ പിള്ളേർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അണ്ണാ? 2 കവിളില്ലേ അവന്മാർക്ക്? 2 ഉമ്മ വെച്ച് അങ്ങ് കവിളിൽ നെക്കി അങ്ങ് കൊടുത്താൽ മതി. അത് വാങ്ങി അവന്മാർ വീട്ടിൽ പൊയ്ക്കോളും. പൈസ വെച്ചോടെ ഒന്നുമില്ല. പിന്നെ പൈസയല്ല, നിങ്ങൾ ഇതൊരു കാരുണ്യ പ്രവർത്തനമായിട്ട് എടുക്കണം. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് പറഞ്ഞില്ലേ മോശമല്ലടാ അത്. വർക്ക് അക്കൗണ്ടേ വിളിക്കണേട്ടാ, കോളേജ് പഠിക്കുന്ന പിള്ളേരാ.